ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വീണ്ടും കച്ചവടത്തിന് ഇറങ്ങുവാണ്. അപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. നമ്മൾ ഇന്ന് പച്ചക്കറി കിറ്റ് എടുത്തിട്ടാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ബോണിയൊക്കെ മേടിച്ച് നമ്മൾ ഇന്ന് തൊട്ട് കച്ചവടത്തിന് ഇറങ്ങും കേട്ടോ. ഇന്ന് എൻ്റെ ഇവിടെ ആദ്യം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വിളാന്തോടുന്ന് പച്ചക്കറി കിറ്റ് കയറ്റാൻ വേണ്ടി പോകട്ടോ. അങ്ങനെ ഓരോന്നോരോന്നിട്ട് പച്ചക്കറി കിറ്റ് കയറ്റുമ്പോൾ നമ്മൾ അഭിലാഷേട്ടനും കൂടെ സഹായത്തിന് വന്നേ. പച്ചക്കറി കിറ്റ് കയറ്റിയിട്ട് നേരെ വിളാന്തോടുന്ന് കൊളിച്ചാലേക്ക് എത്തി അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇന്നത്തെ നമ്മുടെ റൂട്ട് മാലം ചെറുപുഴ വഴിയാണ്. അപ്പം നമ്മൾ അടുത്തത് എങ്ങോട്ട് വരണമെന്ന് കമന്റ് ഇട്ടോ കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത നേരെ മാലം ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. മാലോൺ ടൗണിൽ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ രണ്ട് ഫോളോവേഴ്സിനെ കണ്ട് നമ്മൾ അടുത്ത് നേരെ പോകുന്ന നമ്മുടെ ചിറ്റാരിക്കാലിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ചിറ്റാരിക്കാൽ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ രഘുവേട്ടനെ കണ്ടു കേട്ടോ. രഘുവേട്ടനോട് കുറച്ചു നേരം സംസാരിച്ച് നമ്മൾ ചിറ്റാരിക്കാൽ ടൗണിൽ കുറച്ചു നേരം വണ്ടിയൊക്കെ വെച്ചിട്ട് അടുത്തായിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ചെറുപുഴ ടൗണിലേക്കാണ്. ആദ്യം വീട് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ സീസൺ വരാൻ വേണ്ടി പോകാണല്ലോ. അപ്പൊ നമ്മൾ പകരം ഒരാളെ നോക്കുന്നുണ്ട്. എന്റെ കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് കച്ചവടം ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരാളെ കൊണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. പച്ചക്കറി കിറ്റുമായിട്ട് നമ്മൾ നേരെ ഇപ്പൊ ചെറുപുഴ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അവിടുന്ന് കാണാൻ വേണ്ടി സാധിച്ചു. കുറച്ച് പേര് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് പുളിങ്ങോത്തേക്കാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ നവജ്യോതി കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പുളിങ്ങോൺ ടൗണിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുളിങ്ങോൺ ടൗണിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് പള്ളിയിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ കച്ചവടമൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് കേട്ടോ. അങ്ങനെ ഇനി തിരിച്ച് നമ്മൾ നേരെ ചെറുപുഴ ടൗണിലേക്ക് ഒരുപാട് നേരം ഓടിയല്ല. അങ്ങനെ ചെറുപുഴ പാലത്തിനടുത്ത് കുറച്ച് നേരം വണ്ടി വെച്ച് കേട്ടോ. ചെറുപുഴയിൽ നിന്ന് ഇനി നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് കൂട്ടുകാരെ കണ്ട് ബാക്കിയപ്പം നാളെ